ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങൾ. ഇന്നലെ പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് മോൾക്ക് ലീവായിരുന്നു. അപ്പോൾ അവളുടെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, നെയ്ബറാണ്. അപ്പോൾ അവരിവിടെ വന്ന് 3 പേരും ടി വി ഉണ്ട്, പിന്നെ ബീഡ്സ് ഡിസോർഡറായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡറിലാക്കി സെറ്റ് ചെയ്ത് അവർ ടി വി ഒക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവർ പോയി. പിന്നെ ലഞ്ചിന് ശേഷം പിന്നെ ഞാൻ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് മാത്രം ഉറങ്ങൊന്നുമില്ല. ഒരു മനുഷ്യന് ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം എന്നാണ്. നമ്മുടെ ശരിയായ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഘടകം ഉറക്കം. അപ്പോൾ 8 മണിക്കൂറൊന്നും നമുക്ക് ഉറങ്ങാൻ കഴിയൂല. പിന്നെ ഭർത്താക്കന്മാർ, നാട്ടിലുള്ള ഭാര്യമാരാണെങ്കിൽ അവരുടെ ഉറക്കത്തിൻ്റെ കണക്കൊന്നും നോക്കണ്ട. ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങും, ചിലപ്പോൾ 1 മണിക്കൂർ ഉറങ്ങും, ചിലപ്പോൾ 7 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ, ചിലപ്പോൾ 6 മണിക്കൂർ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഉറക്കമായിരിക്കും. പിന്നെ പകലൊന്നും ഉറക്ക് കിട്ടൂല. എന്നെപ്പോലുള്ളവർക്ക് പകൽ ഉറക്ക് കിട്ടൂല. അഥവാ ഉറങ്ങിയാൽ തന്നെ ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഉറങ്ങുള്ളൂ. ആരെങ്കിലും ഒന്ന് ഡോറ് മുട്ടേ വിളിക്കേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് മിസ്സാവും. അപ്പോൾ പകലുറക്കം ഇവിടെ എനിക്കില്ല. ഇനി ഉണ്ടായെങ്കിൽ തന്നെ ഒരു ഏറി വന്ന 1/2 മണിക്കൂർ എന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലാതെ പകൽ ഉറങ്ങാറില്ല. പിന്നെ വൈകിട്ട് ഇന്നലെ ഇപ്പോൾ ആരാ വിളിച്ചത്? ഇന്നലെ ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യം തോന്നിയില്ല ഇന്നലെ. പിന്നെ ഞാൻ കോളുകളൊന്നും വല്ലാതെ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 വർഷം ഒരു ഇസ്ലാമിക് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 11 വയസ്സ് മുതൽ 16 വയസ്സ് വരെ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുണ്ട്, ലേഡീസാണ് മൊത്തം. അപ്പോൾ ആ ഗ്രൂപ്പിൽ ടീച്ചറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മുട്ടി വെക്കും. പിന്നെ അതിൽ വോയിസ് ക്ലിപ്പും മെസ്സേജൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ചിലരൊക്കെ വരും, 1-2 കമൻ്റ് അടിച്ച് അല്ലെങ്കിൽ ലൈക്ക് അടിച്ച് അവർ പോവും. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നസ്രിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അപ്പോൾ അവർ ഇങ്ങനെ വേറൊരാൾ അഭിപ്രായം പറഞ്ഞിരുന്നു, നമുക്കെല്ലാവർക്കും ഒന്ന് കൂടിയാലോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ഇന്നലെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ എന്നും ഗ്രൂപ്പിൽ വന്നിട്ട് പ്രസൻ്റ് എടുത്താൽ എല്ലാവരും ആക്റ്റീവ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ അമ്മായിയമ്മക്ക് സുഖമല്ല, ബാത്റൂമിൽ നിന്ന് വന്ന് വീണ് പിന്നെ പ്രശ്നമൊക്കെ വന്ന് 17 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സപ്പറെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കടലൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്ന് ടി വി ഒക്കെ കണ്ട് പിന്നെ ഇന്നലത്തെ രാത്രി അങ്ങനെ പിന്നെ ഉറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവർക്ക് ലീവാണ്, ഇക്കൊക്കെ ലീവാണ്. പിന്നെ ഇന്നലെ ഒരു വിഷയം കൂടെ പറയാനുണ്ട്. ഞാനിപ്പോൾ ഈ മെഷീൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ലീഗിന് ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ എനിക്ക് 2017 18 അങ്ങനെ മേടിച്ചു തന്നൊരു മെഷീനാണ്, ഫാഷൻ മേക്കർ. അപ്പോൾ ഇതിലൊരു 10-12 സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട്. അന്ന് മേടിച്ച സമയത്ത് 8000 രൂപ വില ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ കയ്യിലുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ മോള് അടിക്കണം എന്നിങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പഠിച്ചോ, എനിക്ക് ഇതിമേ എപ്പോഴും ഇരിക്കണ ഇഷ്ടമല്ല, എനിക്കൊരു മൂഡ് വരണം, അപ്പോഴേ ഞാൻ ഇതിമേൽ ഇരിക്കുള്ളൂ. അപ്പോൾ മോളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞു.
അപ്പോൾ ഇതിലൊരു 8 കുറച്ച് പിന്നെ സ്ട്രൈറ്റ് സ്റ്റിച്ച്, സിക്സാക്ക്, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഓവർലോക്ക്, ഇൻ്റർലോക്ക്, അംബ്രല്ല ലോക്ക്, അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബട്ടണ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചാണ്, ബട്ടൺ ഹോൾ ഇടാനൊക്കെ. അങ്ങനെയുള്ള കുറച്ച് സ്റ്റിച്ച് ഉണ്ട്. ഈ സ്റ്റിച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാവരും വായിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഞാൻ മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഞാൻ തുന്നൽ പഠിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിരുന്ന ക്ലോത്താണ്. മോൾക്ക് തുന്നൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്ലോത്തിൽ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവൾ ആദ്യമായിട്ട് പഠിച്ചെടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഇതിന്മേൽ എങ്ങനെ അടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ മഫ്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. മഫ്തൻ്റെ തുന്നൊക്കെ വിട്ടപ്പോൾ അതൊക്കെ അവൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടൈലറിങ് പഠിച്ചത് എൻ്റെ 8ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ മെഷീനുണ്ട്, സിംഗറാണ്. അത് ഏകദേശം 60 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ എൻ്റെ ഫാദർ ജനിച്ചത് 1949-ലാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വല്യപ്പയ്ക്ക് ഒരു 4ഓളം തുണി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തുള്ള മെഷീനാണ് വീട്ടിലുള്ളത്. അത് പിന്നെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് അതിൻ്റെ ടേബിളൊക്കെ ഡാമേജായി. പിന്നെ ഇപ്പോൾ പുതിയ ടേബിൾ വെച്ചു. അത് പിന്നെയും കേട് വന്നപ്പോൾ പിന്നെ വീട്ടിൽ വേറെ ബ്രദർ ആരോ അതിന് വേറൊരു ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴുള്ള കാലത്ത് ഇങ്ങനെ കൊണ്ട് നടക്കും, ഞാനും കൊണ്ട് നടക്കും. എനിക്ക് ഒരു 9 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഉപ്പ BA ഇംഗ്ലീഷ് ചെയ്തത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഉപ്പ ഒരു ഭാഗത്തിരുന്ന് പഠിക്കുകയാണ്, ഞാൻ മെഷീൻമേലിരുന്നിട്ട് 8 വയസ്സ് മുതൽ ഏകദേശം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ അങ്ങനെ ഡ്രസ്സ്, പിന്നെ തുണി, ബെഡ്ഷീറ്റ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിക്കുന്നത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചത്. ഉപ്പ ചെയ്യണതൊക്കെ നോക്കി നിൽക്കും, അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വേസ്റ്റ് തുണി എടുത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പാവക്കുട്ടിയൊക്കെ ഡ്രസ്സ് കട്ട് ചെയ്ത് ടെസ്റ്റർ അങ്ങനെയുള്ള ഓരോ ഡ്രസ്സ് നോക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്വന്തമായിട്ട്, പിന്നെ ചുരിദാർ, ഷിമ്മി, മിഡി, ചോളി അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ഹോസ്റ്റലിൽ ഇസ്ലാമിക് കോളേജിൽ ഒരു 2004 അങ്ങാനും ആ സമയത്ത് അവിടെ നിന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു മെഷീൻ എംബ്രോയിഡറിങ്, ടൈലറിങ് ഒക്കെ. പിന്നെ ഞാൻ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസത്തോളം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും കുറച്ച് പഠിച്ചു. പക്ഷേ ഏറിയതും എൻ്റെ സ്വന്തം കഴിവാണ്. ഞാൻ സ്വന്തമായിട്ട് വെട്ടി പഠിച്ച് അങ്ങനെ പിന്നെ സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ചോളി, ചുരിദാർ, മിഡി, ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സ് കൂടുതൽ ഞാൻ എൻ്റെ അനിയത്തിക്കാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കും എൻ്റെ മൂത്ത സിസ്റ്ററിനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര നന്നാവില്ല. പക്ഷെ അനിയത്തിക്ക് അടിച്ചു കൊടുക്കുന്നതൊക്കെ നന്നാവലുണ്ട്. പിന്നെ മോൾക്ക് അടിച്ചു കൊടുത്താൽ തന്നെ അവളത് ഇടൂല. അപ്പം ഞാൻ കാര്യമായിട്ട് അവൾക്ക് അടിച്ചു കൊടുക്കാറില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിസ്കാര കുപ്പായം അടിക്കാൻ, അതുപോലെ പിന്നെ വിട്ട ഭാഗങ്ങളൊക്കെ അടിക്കാനുണ്ടാവും. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മേലടി അടിക്കും, അതിനൊക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ മോള് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ മോളതൊക്കെ മോൾ തന്നെ അടിക്കും. അപ്പോൾ നല്ല പറയുന്നുണ്ട് എനിക്കും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്നത് ഇതാണ്. പിന്നെ അപ്പോൾ ആ പഴയ മെഷീന് ഉപ്പൻ്റെ കാലശേഷം പിന്നെ അതിന്മേൽ ആരും വല്ലാതെ തൊട്ടിട്ടില്ല. ഇപ്പോൾ അതാരും അടിക്കലില്ല, ഉപയോഗിക്കലില്ല. പിന്നെ ഞാനും കുറേ കൊണ്ടുനടന്ന് അത് ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷേ സാധനം വീട്ടിലുണ്ട്. അത് ഞാൻ പിന്നെ ഒരിക്കൽ വീഡിയോയിൽ കാണിച്ചു തരാം. നല്ലൊരു മെഷീനാണ്. 60-65 വർഷം പഴക്കമുണ്ടാവും സിംഗറിൻ്റെത്. പിന്നെ ഇതിൽ വരുന്നത് 25,000-50,000 രൂപ വിലയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ മേക്കർ വരുന്നുണ്ട്, ജപ്പാൻ്റെതൊക്കെ. അത് ഗൾഫിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം ഗുണമേന്മ കൂടും. അപ്പോൾ അങ്ങനെ ഒരു മെഷീന് മേടിക്കണം എന്നൊരു താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കില്ല. അപ്പോൾ ഈ ഒരു മെഷീന് ഇതിനിപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാനൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്നതുകൊണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കളറ് പിടിച്ചതാണ് ഇതൊക്കെ.
നമ്മൾ ചില ഡ്രസ്സിൻ്റെ കളറ് ഇതിന്മേൽ പറ്റി പിടിക്കും, റെഡൊക്കെ. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കി കൊണ്ടടക്കും. പിന്നെ അതിങ്ങനെ ഒരു യെല്ലോയിഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മെഷീൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ എളാമൻ്റെ അടുത്താണ്. എളാമ ഫാഷൻ ഡിസൈനറാണ്. ഇപ്പോൾ ഹിന്ദി ടീച്ചറായിട്ട് ജംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ബാംഗ്ലൂരൊക്കെ പോയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അവരുടെ അടുത്താണ് ഞാനൊരു ഈ മെഷീന് കണ്ടിട്ടുള്ളതും അവരുപയോഗിക്കുന്നതൊക്കെ കണ്ടത്. അത് എൻ്റെ എളാപ്പ ഗൾഫിൽ നിന്ന് മേടിച്ചതായിരുന്നു. അതിനിങ്ങനെ ടോപ്പും കാര്യമൊക്കെ ഉണ്ട്. ഇതിന് ഇപ്പോൾ വരുന്ന ഇങ്ങനത്തെ മെഷീനൊന്നും ടോപ്പില്ല. അപ്പോൾ ഇതിന്മേൽ നമ്മൾ എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ മോള് ആദ്യമായിട്ട് അടിച്ച സ്റ്റിച്ചിങ് ഇതാണ്. ഇനി ഇത് ഞാൻ A4 ഷീറ്റിൽ പേസ്റ്റ് ചെയ്ത് ഇതിനായിട്ടൊരു ഫയൽ മേടിക്കും. എന്നിട്ട് അതിൽ സൂക്ഷിച്ച് വെക്കും. പിന്നെ ഇന്നലെ ഇപ്പോൾ അവൾ അടിച്ചതാണ് ഒരു പോക്കറ്റ്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ഇക്ക പിന്നെ ചിക്കൻ പോയി കൊണ്ടുവന്നു. ചിക്കൻ ക്ലിയറാക്കി അത് ചിക്കൻ മസാല ഇട്ട് കറി വെച്ചു. കുറച്ചവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറും വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇക്ക പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, നൂൽപുട്ടും പൊറാട്ടയും. ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ അധികവും നൂൽപുട്ടും പൊറാട്ടയും കൊണ്ടുവരും. അപ്പോൾ ഞാനൊരു നൂൽപുട്ടും ഒരു പൊറാട്ടയും കഴിക്കും, ചിക്കൻ കറി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. ലഞ്ചിന് ചിക്കൻ കറിയും പപ്പടവും, അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് ഇങ്ങനെ, പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്തു. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഫ്രോക്ക്, ഇത് 2023 വലിയ പെരുന്നാൾക്കാണോ ചെറിയ പെരുന്നാൾക്കാണോ എന്നെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇത് ഇറങ്ങിയൊരു സമയമുണ്ട്. ആ സമയത്ത് മേടിച്ചതാണ്. ചെക്കിൽ 2 ഫ്രോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു ഫ്രോക്കിന് തന്നെ 1000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സ്കാർഫും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 ഫ്രോക്കാണ് പെരുന്നാൾക്ക് ഇക്ക മേടിച്ചു തന്നത്, പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് പെരുന്നാൾക്ക് യൂസ് ചെയ്തു. പിന്നെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ ഉപയോഗിച്ച് പിന്നെ കാഷ്വൽ ഡ്രസ്സാക്കി വീട്ടിൽ നിന്ന് തന്നെ ഇടും. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ, ഈ പിങ്ക് കളർ ഞാൻ ഏകദേശം ഈ അടുത്ത കാലം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 3 മാസം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ സ്കൈ ബ്ലൂ 1 വർഷമായി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കാതെ അവിടെ കിടന്നിട്ട്, അതായത് അലമാറയിൽ അങ്ങനെ ഉപയോഗിക്കാതെ കിടന്നിട്ട്, ഇതിനെ ഒരു മരത്തിൻ്റെ അലമാറയിൽ വെച്ചാലുണ്ടാവുമല്ലോ ഒരു സ്മെല്ല്. അങ്ങനെ ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ, കണ്ണിനൊക്കെ അലർജി വരിക. അപ്പോൾ ഞാനിനി ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നില്ല എന്ന് കരുതി 2 ഡ്രസ്സും ഒഴിവാക്കി. അപ്പോൾ ഞാൻ കഴുകിയിട്ടതാണ്. ഇനി ഞാൻ ഈ ഡ്രസ്സ് യൂസ് ചെയ്യൂല. 2 ഫ്രോക്കാണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഞാൻ എടുക്കാൻ കാരണം തന്നെ, എനിക്ക് എൻ്റെ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് ഉള്ള സമയത്ത് എൻ്റെ മൂത്തമ്മ ബോംബെയിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ചെക്കിലൊരു ഗ്രീൻ കളർ ഫ്രോക്കും ഒരു യെല്ലോ കളർ ഫ്രോക്കും. അപ്പോൾ ഗ്രീൻ കളറ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നാണ്. കാരണം ഞാൻ കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസിൽ വെച്ചതാണ് വീട്ടിൽ, എൻ്റെ ഉപ്പൻ്റെ വീട്ടിൽ. പിന്നെ പോയി വന്ന് നോക്കിയപ്പോൾ ആ ഫ്രോക്ക് അവിടെ കാണുന്നില്ല. അതിന് ശേഷം ആ ഫ്രോക്ക് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനൊരു കോട്ടൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 ഫ്രോക്കാണ് കൊടുത്തയച്ചിരുന്നത്. ഒന്ന് പിങ്ക്, പക്ഷെ അത് ചെക്കിലല്ല, അത് ഫ്ലവറാണ്, ഫ്ലോറൽ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ചെക്കിൽ ഈ ഒരു യെല്ലോ ഗ്രീൻ 2 ടൈപ്പ് ഫ്രോക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, ഉടുപ്പ്. ആ ഒരു ഓർമ്മക്കാണ് ഞാൻ ഇതെടുത്തത്. ഇത് ചെക്കിൽ, ഇതിൻ്റെ ബ്ലാക്ക് വേറെയും കളറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 2 കളറാണ് സെലക്ട് ചെയ്തിരുന്നത്.
എടുത്തപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായിരുന്നു. ഇത് എവിടുന്നാണ് എടുത്തതെന്ന് വെച്ചാൽ ചെമ്മാട് നെല്ലിന്നാണ് എടുത്തത്. അധിക ഡ്രസ്സും ഞാൻ നെല്ലിന്ന് തന്നെ എടുക്കാറ്. പിന്നെ അപ്പോൾ 2 ഡ്രസ്സും ഒരുപോലെ തന്നെയാണ് കേട്ടോ. കോട്ടണാണ് വരുന്നത്. പിന്നെ ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കുറേ ഈ ഡ്രസ്സ് ഇങ്ങനെയുള്ള വൈറ്റ് കലർന്ന ഡ്രസ്സൊക്കെ കുറേ കാലം ഉപയോഗിക്കാതെ അലമാറയിൽ വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളറിലേക്ക് മാറും. അങ്ങനെ കളർ മാറിയതാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് സമയം മുമ്പ് സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അനിയത്തി. അവളെ കല്യാണം കഴിച്ചത് കാസർഗോട്ടേക്കാണ്. പക്ഷെ അവരിപ്പോൾ താമസിക്കുന്നത് വഴിക്കടവ് നിലമ്പൂരാണ്. അപ്പോൾ അവൾക്ക് കൂരിയാട് സൈറ്റ് ഉണ്ടായിരുന്നു. ആ സൈറ്റ് വിറ്റിട്ട് വഴിക്കടവ് പോയിട്ട് മേടിച്ചതാണ്. അവിടെ സ്ഥലവും വീടൊക്കെ മേടിച്ചിട്ടുണ്ട് അവളെ പേരിൽ തന്നെ. അപ്പോൾ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് വരുന്നുണ്ടോ, പിന്നെ ഇവിടെ അടുത്താണ് ചുരം, ഊട്ടി അതൊക്കെ അടുത്താണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റൂല, എനിക്കൊക്കെ ലീവില്ല. പിന്നെ ലീവ് കിട്ടിയാൽ തന്നെ ഇവിടെ ഇപ്പോൾ പണിക്കാരെ കിട്ടിയാൽ മതിൽ കെട്ടാനുണ്ട്. അപ്പോൾ അതിനൊന്നും ലീവും കിട്ടിയിട്ടില്ല, പണിക്കാരും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒഴിവില്ല, വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ എന്നാൽ ഓക്കെ എന്നും പറഞ്ഞ് അവൾ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് പിന്നെ ഇന്ന് ഇക്കൊക്കെ ലീവാണല്ലോ. അപ്പോൾ പിന്നെ രാവിലെ മുറ്റത്ത് കുറച്ചും കൂടെ പുല്ല് ചെത്തിക്കോരാനുണ്ടായിരുന്നു. ഏകദേശം കുറേ ചെത്തിക്കോരി. ഇനി ഒരു ദിവസത്തെ പരിപാടിയും കൂടെ ഉണ്ട്. അത് ചെത്തിക്കോരലും പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് വാട്സപ്പിലൊക്കെ പോയി കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ നിസ്കാരം കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിഞ്ഞിട്ട് ഇക്കും ഞാനും മോളും ചെമ്മാട്ടേക്ക് പോകാനുണ്ട് ഷോപ്പിങ്ങിന്. ഡ്രസ്സ് എടുക്കാനുണ്ട്, ചെരുപ്പ്, പിന്നെ പോയിട്ട് 1 മാസത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത പരിപാടി അതാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഡ്രസ്സ് ഇതാണ്. ഓക്കെ, ഈ ഡ്രസ്സ് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യും. ബൈ, അസ്സലാമു അലൈക്കും.